മക്കളെ ഇന്ന് പോയിട്ടൊരു സിനിമ കണ്ടു. ലോക. എന്തൊരു അസാധ്യ സിനിമയാണ്. ഡൊമിനിക് അരുൺ എന്താണ് പണി വെച്ചിരിക്കുന്നത്. അടിപൊളി, അസലായിട്ടുണ്ട്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് സൂപ്പർ വുമൻ മൂവി. അസലായിട്ടുണ്ട്. നമുക്കും പറ്റുമെന്ന് കാണിച്ചു കൊടുത്തു. 30 കോടി ബഡ്ജറ്റിൽ ഇതേപോലത്തെ രീതിയിൽ നല്ല അസലായിട്ടുള്ള ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള സിനിമ. അടിപൊളി. കല്യാണി, നെസ്ലിൻ, ചന്തു, അരുൺ, കുര്യൻ എല്ലാവരും അസലായിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനുള്ള നല്ല നർമ്മ മുഹൂർത്തങ്ങൾ, അതിലേറെ ആക്ഷൻ, കോസ്റ്റ്യൂം അസലായിട്ടുണ്ട്. അടിപൊളി. എല്ലാവരും പോയി കാണണം. ഈ സിനിമയെ നന്നായി സപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പടം, കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ അസലൊരു സിനിമ. സൂപ്പർ വുമൻ, സൂപ്പർ ഹീറോ സിനിമ. അതിൽ ചില ഗൂസ് ബംസ് സീനുകളുണ്ട്. കാട്ടിൽ വെച്ചിട്ടുള്ളതൊക്കെ അസലായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ BGM ജെക്സ് അസൽ, അടിപൊളി, വേറൊന്നും പറയാനില്ല. അതിൽ ക്യാമിയോ റോളായി വരുന്ന ഒவ்வொരു ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന നമ്മൾ ഉള്ളുന്നൊരു ഒരു ബ്ലഡ് അങ്ങനെ റേസ് ആവും. ഗൂസ് ബംസ് സീനുകൾ. സോ ചിലവരെ കാണിക്കുമ്പോൾ തിയേറ്ററിൽ ആകെ മൊത്തം കയ്യടി വരും. നമുക്ക് അവരോടുള്ള ഇഷ്ടം. നമ്മളെ കൊണ്ടും പറ്റും. നമ്മൾ മലയാളീസ്, സൗത്ത് ഇന്ത്യൻസിനെ കൊണ്ട് പറ്റും. പക്ഷെ ഞാനൊരു റിവ്യൂ കണ്ടു. ബ്ലൂ സട്ടൈൻ. എന്താടോ താൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ലോജിക്കില്ല. എന്തുവാടോ തനിക്ക് ലോജിക്ക് വേണ്ടേ? അതിലത്ര സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോൾ ചോദിക്കുമല്ലോ, ആഹാ, ഓഹോ, അടിപൊളി, കടി കൊണ്ട് കഴിഞ്ഞാൽ സൂപ്പർ പവർ കിട്ടും. ഇതിലെല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ ഓരോ കാര്യങ്ങൾ, അത് ചില ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടൊരു സിനിമയാക്കിയതാണ്. അതിന് താൻ ആദ്യം പോയിട്ട് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കണോ? തനിക്ക് അറിയില്ലെങ്കിൽ താൻ ആദ്യം പോയി പഠിക്കുക. ഇങ്ങനത്തെ നല്ല സിനിമകളെ താൻ മോശം പറയുന്നത് ഒട്ടും ശരിയല്ല. താൻ ചില സിനിമകളെ വലിച്ചു കീർന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വലിച്ചു കീർന്ന് കാണുമ്പോൾ സത്യത്തിൽ സങ്കടമാണ് തോന്നുന്നത്. എന്തിനാടോ? നമ്മൾ നല്ലൊരു സിനിമയാണ് ഉണ്ടാക്കി